എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഓരോ ദിവസവും ഓരോ വീഡിയോ ഇടുമ്പോഴും എനിക്ക് പുതിയ പുതിയ കൂട്ടുകാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ സ്നേഹത്തോടെയാണ് ഓരോരുത്തരും എനിക്ക് കമൻ്റ് അയക്കാറുള്ളത്. അതിൽ ചിലരൊക്കെ നമ്പർ ചോദിക്കുന്നുണ്ട്, ചിലർക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരുടെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലുണ്ട്. എന്തായാലും എല്ലാവർക്കും അതിനൊക്കെയുള്ള ഒരു വഴി അധികം വൈകാതെ തന്നെ ഞാൻ കൊണ്ടെത്തിക്കാം. ഇന്നൊരു ഗാർഡനിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കോസ്റ്റ്ലി അല്ലാത്ത ചെടികൾ കൊണ്ട് തന്നെ മനോഹരമായ ഒരു ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാവരും ഒരുപോലെ സമ്പന്നരായിരിക്കണം എന്നില്ലല്ലോ. അതുകൊണ്ട് തന്നെ വില കുറഞ്ഞ രീതിയിലുള്ള ചെടികൾ കൊണ്ടും നമുക്ക് നല്ല ഭംഗിയോടെ വീട്ടിൽ ഒരു പൂന്തോട്ടം ഒരുക്കാം. അങ്ങനെയുള്ള ഒരു ചെടിയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. വളരെ ഈസി ആയിട്ടും വളരെ ഭംഗിയായിട്ടും ഗാർഡനിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് അരേലിയ. ആദ്യം നമുക്ക് വ്യത്യസ്തങ്ങളായ കുറച്ച് അരേലിയ ചെടികളെ പരിചയപ്പെടാം. ഈ ഒരു അരേലിയാണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. നല്ല ഗ്രീൻ കളറിൽ കണ്ടില്ലേ, വൈറ്റ് കളറ് അഗ്രഭാഗമുള്ള ഭംഗിയാർന്ന ഈ ഒരു അരേലിയ ചെടിയാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചെടി. ഗ്രീൻ കളർ ഗാർഡനിൽ വൈറ്റ് കളർ ഷെയ്ഡോട് കൂടിയുള്ള ഈ ഒരു ചെടി നന്നായി എടുത്തു കാണിക്കുന്ന ഒരു രീതിയാണ്. അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഇലകളുടെ ഷേപ്പിലും വളരെ വ്യത്യസ്തമാണ്. പൂക്കൾ വരഞ്ഞിട്ട പോലെയാണ് ഇലകളുടെ അഗ്രഭാഗത്തിന്റെ രീതി. തളിരിലകൾ ഇതുപോലെ ലൈറ്റ് ഗ്രീൻ കളറും വളർച്ചയെത്തും തോറും അത് ഡാർക്ക് ഗ്രീനുമായി മാറുന്നുണ്ട്. ഇനി നമുക്ക് അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു ചെടിയെ പരിചയപ്പെടാം. വളരെ കുഞ്ഞു കുഞ്ഞു ഇലകളായി നല്ല ഗ്രീനും വൈറ്റും കളറിലുള്ള ഷെയ്ഡുകളായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു ചെടിയെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ഗാർഡനിൽ വളരെ വ്യത്യസ്തമായി തന്നെ എടുത്തു കാണിക്കുന്ന നല്ല ബുഷിയായി വളർന്ന ഒരു ചെടിയാണിത്. കളർഫുള്ളായ ഗ്രീൻ ഗാർഡനിൽ വൈറ്റ് കളർ ചേർന്ന ഈ അരേലിയ ചെടി വളരെ വ്യത്യസ്തമായി തന്നെ നമുക്ക് നട്ടു വളർത്താം. അരേലിയ ചെടിയെ ഈ തരത്തിൽ ബുഷിയാക്കി നിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം. വളരെ ചെറിയ കമ്പുകൾ നട്ടാൽ തന്നെ വളരെ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് അരേലിയ. നമുക്ക് ഇതുപോലെയുള്ള ഭാഗത്ത് നിന്ന് കുഞ്ഞു കമ്പുകൾ മുറിച്ച് ഒരു ചട്ടി നിറയെ കുത്തിക്കൊടുത്ത് നമുക്കിതുപോലെ ബുഷിയാക്കി വളർത്തിയെടുക്കാം. തണ്ടുകൾ മുകളിലേക്ക് വളർന്നു പോകുന്ന സമയം തന്നെ നമുക്കിത് പ്രൂൺ ചെയ്ത് ചെറുതാക്കിയെടുക്കണം. ഇതുപോലെയുള്ള ഭാഗങ്ങളിൽ വെച്ച് നമുക്ക് ചെടിയെ കട്ട് ചെയ്യാം. നടീൽ വസ്തു തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ചകിരിച്ചോറും മണ്ണും ചാണകപ്പൊടിയും ചേർത്ത് കൊടുക്കാം. കൂടുതൽ മണ്ണായാലും ഈ ഒരു ചെടിക്ക് വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. നട്ടു കൊടുക്കുമ്പോഴുള്ള ക്രിയേറ്റിവിറ്റിയാണ് ഈ ഒരു ചെടിയെ ഭംഗിയാക്കുന്നത്. ഏതൊരു വസ്തുവിനെയും നമ്മൾ ഭംഗിയാക്കി എടുക്കുന്നത് പോലെ ചെടികൾ നടുമ്പോഴും അതിനെ ഭംഗിയാക്കി എടുക്കാനുള്ള ട്രിക്കുകളും നമ്മൾ കണ്ടെത്തണം. അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അരേലിയ ചെടിയെ നമ്മൾ നടുന്ന സമയത്ത് ഒരു ചട്ടിയിൽ മാക്സിമം ഒരു 5 കമ്പെങ്കിലും നമ്മൾ നട്ടു കൊടുക്കുക. അങ്ങനെയാണ് നമുക്കിതിനെ ബുഷിയാക്കി വളർത്തിയെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു അരേലിയ ചെടിയാണിത്. നീളം കൂടിയ വീതി കുറഞ്ഞ ഇലകളാണ് ഈ ഒരു ചെടിയുടെ പ്രത്യേകത. ഒരു ഇലയിൽ തന്നെ 4-5 ഇതളുകളായിട്ടാണ് ഈ ഒരു ചെടിയുടെ രീതി. അതുമല്ല, നല്ല ലൈറ്റ് ഗ്രീൻ ഇലകളാണ് ഇതിനുള്ളത്. വെയിൽ കൊള്ളുന്നതിനനുസരിച്ച്
ഇലകളുടെ കളർ ഭംഗിയാർന്ന് വരും. ഈ ഒരു ചെടിയെയും നമ്മൾ ഇതുപോലെ കമ്പ് പൊട്ടിച്ച് ബുഷിയാക്കി എടുക്കണം. ഈ അടുത്തായിട്ട് വാങ്ങിച്ച ഒരു ചെടിയാണിത്. ഇത് ഞാൻ ചട്ടി നിറച്ച് കൊണ്ടുവരുന്നതേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തന്നെ, ഒരു മെയിൻ്റനൻസും കൂടാതെ, ഈ ഒരു ട്രിക്ക് മാത്രമാണ് നമ്മൾ ഈ ഒരു ചെടിയിൽ ഉപയോഗിക്കേണ്ടത്. എപ്പോഴും വളം കൊടുക്കുകയോ അതുപോലെ മറ്റുള്ള കെയറിങ് ഒന്നും വേണ്ടാത്ത ഒരു ചെടിയാണ് അരേലിയ. ഒട്ടനവധി വ്യത്യസ്തങ്ങളായ അരേലിയ ചെടികളുണ്ട്. വെയിലും മഴയും പ്രശ്നമില്ലാത്ത ഒരു ചെടിയാണ് ഇത്. എല്ലാ ചെടികളെയും പോലെ നനവ് ഇഷ്ടപ്പെടുന്ന ചെടി ആയതുകൊണ്ടാണ് നമ്മൾ നടിൽ വസ്തുവിൽ അല്പം ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത്. ചകിരിച്ചോറ് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് എപ്പോഴും മണ്ണിന് ഈർപ്പമുണ്ടാകും. ഇനി അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു ചെടിയാണിത്. ആദ്യം കാണിച്ച ചെടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ഒരു ചെടി. മുൻപ് നമ്മുടെ തൊടിയിലൊക്കെ നട്ടിരുന്ന ചെടിയാണിത്. ഇത് ബുദ്ധിയുള്ളവരാണ് ചട്ടിയിൽ വളർത്തി ബുഷിയാക്കാൻ കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെയാണ് നമുക്ക് മറ്റുള്ള ഓരോ ചെടികളും. കോസ്റ്റ്ലിയായ ചെടികൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ഗാർഡൻ ഒരുക്കാൻ പറ്റുക എന്നുള്ള തെറ്റിദ്ധാരണ ഒഴിവാക്കുക. വളരെ കുറഞ്ഞ കോസ്റ്റ്ലിയിലുള്ള ചെടികളും വാങ്ങി നമുക്ക് ഇതുപോലെ ഭംഗിയാക്കിയും നീറ്റാക്കിയും വളർത്തിയെടുക്കുന്നതാണ് ഒരു ഗാർഡന്റെ ഭംഗി. എൻ്റെ ഗാർഡനിൽ ഞാൻ പഴയ കാലത്തെ ചെടികളും പുതിയ കാലത്തെ ചെടികളും വളർത്തുന്നുണ്ട്. എല്ലാ തരം ചെടികളും അതിന് എന്തെല്ലാം രീതിയിൽ ഭംഗിയാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. പുതിയ പുതിയ വെറൈറ്റികളിലേക്ക് ഓടുന്തോറും നമ്മുടെ സാമ്പത്തികം താഴേക്ക് പതിക്കുകയേ ഉള്ളൂ. എന്നാൽ പഴയ തലമുറയിലെ സുലഭമായി കിട്ടുന്ന ചെടികൾ കൊണ്ട് നമ്മുടെ ഗാർഡൻ ഭംഗിയാക്കിയെടുത്ത് അതിൽ നമുക്ക് സന്തോഷം കണ്ടെത്തുക. അല്ലാതെ ചെടികൾ വാങ്ങാൻ നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും സങ്കടപ്പെടാതിരിക്കുക. ഇനി ഈ ചെടികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായ മറ്റൊരു ചെടി കൂടി എൻ്റെ കയ്യിലുണ്ട്. ആദ്യം കണ്ട ചെടിയിൽ നിന്നും ഒരല്പം വ്യത്യസ്തമായ വലിപ്പത്തോടു കൂടിയുള്ള ഒരു ചെടിയാണിത്. ഏറ്റവും വലിയ ഷേപ്പുള്ള ഇലയും ഏറ്റവും ചെറുതും മീഡിയം ടൈപ്പ് ഇലയുള്ളതുമായ ചെടിയാണ്. ഇതിൽ മീഡിയം ടൈപ്പാണ് ഈ ഒരു ചെടിയുടെ ഇലകൾ. വളരെ ചെറിയ മാറ്റങ്ങളാണ് എല്ലാ ചെടികളും തമ്മിലുള്ളത്. ഈ ഒരു ചെടി വാങ്ങിയിട്ട് വളരെ കുറച്ചേ ആയുള്ളൂ. ഞാൻ രണ്ടാമത്തെ ഒരു പോട്ടിലേക്ക് വീണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് ഈ ഒരു രീതി. ഈ ഒരു ചട്ടിയിൽ ഞാൻ മൊത്തം 4-5 കമ്പുകൾ നട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഇവ വേര് പിടിച്ച് ചട്ടി നിറഞ്ഞു വരും. പിന്നെ നമുക്ക് ഇതുപോലെ കുഞ്ഞു പോട്ടുകളിലും ഇവയെ വളർത്തിയെടുക്കാം. സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്ത് തന്നെ നമ്മൾ ഈ ചെടിയെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ചകിരിച്ചോറും മണ്ണും കൂടെ നമ്മൾ നന്നായി മിക്സ് ചെയ്ത് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുക. ഇങ്ങനെ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കി നമ്മൾ ഒരു വലിയ പാത്രത്തിലോ ബക്കറ്റിലോ ഒക്കെ ആക്കി വെച്ച് നമുക്ക് ഇതുപോലെ ചെടികൾ നടുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ മണ്ണിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി വേര് പിടിക്കില്ല എന്ന് ഭയമുള്ളവർക്ക് ചെറിയൊരു റൂട്ടിംഗ് ഹോർമോൺ വാങ്ങി അതിൽ മുക്കിയും നമുക്കിത് നട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ വേര് പിടിക്കും. ഇനി അതുമല്ല, നാച്ചുറലായിട്ട് റൂട്ടിംഗ് ഹോർമോൺ ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ മുരിങ്ങയുടെ തളിരിലകൾ അരച്ച് അരമണിക്കൂർ ആ ഒരു വെള്ളത്തിൽ നമ്മൾ കമ്പുകൾ ഇട്ട് വെച്ച് കുത്തിക്കൊടുത്താലും പെട്ടെന്ന് വേര് പിടിക്കുന്നതായി നമുക്ക് കാണാം. കൂടുതൽ രോഗങ്ങളൊന്നും വരാത്ത ഒരു ചെടി കൂടിയാണ് അരേലിയ. അതുകൊണ്ട് തന്നെ രോഗകാരണങ്ങളോ രോഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളോ ഒന്നും ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. ഏതായാലും അരേലിയ ചെടിയെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക.
എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, പേഴ്സണലായിട്ട് എന്നെ കോണ്ടാക്ട് ചെയ്യണമെന്നുള്ളവർക്ക് എൻ്റെ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. വീഡിയോ അവസാനം വരെ കണ്ട എൻ്റെ പ്രിയമുള്ളവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.